നാട്ടിൽ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, മനസ്സ് ശരീരം ഒന്ന് ചില്ലാക്കാനായിട്ട്. അങ്ങനെ ഞാനും എന്റെ കൂട്ടുകാരും കൂടിയിട്ടാണ് ഇന്നത്തെ യാത്ര പോകുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിരുന്നു സ്പോട്ട് ഏതാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഈ ഉമ്മനെ പരിചയമുണ്ട്. അങ്ങനെ ഉമ്മന്റെ കയ്യിലായിട്ട് ചായ മേടിച്ച് കുടിച്ചിട്ട് വണ്ടി നേരെ വിട്ടു മേലോട്ട്. അങ്ങനെ പെട്ടെന്നാണ് ഈ ഒരു ഫാമിലിനെ കണ്ട് അവരാരെയും മൈൻഡ് ആക്കാണ്ട് സുഖമായിട്ട് പേ നോക്കി കളിക്കണം, ഏതാ മൂഡിലായി. അങ്ങനെ എന്റെ കൂട്ടുകാരന് കുറച്ച് ഫോട്ടോ എടുത്തു. ചെക്കൻ ജിമ്മനാട്ടെ. ഈ ജിമ്മന്മാരൊക്കെ ലോലന്മാരാണെന്ന് പറയുന്നത് വളരെ ശരിയല്ലേ, അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവും കേട്ടോ. അങ്ങനെ പോകുന്നവർക്ക് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. മഴയത്ത് ചെക്കനെ കൊണ്ട് ഫീൽ ചെയ്ത് ഓടാൻ പറയണം. ആ ഓട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് അവന്റെ ഓട്ടോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. അങ്ങനെ ഞങ്ങള് വ്യൂ പോയിന്റിൽ എത്തിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് മഴയും കോടയൊക്കെ ആസ്വദിക്കാനായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ മഴ പോയിട്ട് മഴയുടെ റിലേറ്റീവ്സ് പോലും ഇവിടെ വന്നിട്ടില്ല കേട്ടാ. പിന്നെ ചെക്കനെ കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ചെക്കൻ ഗ്ലാസും കോട്ടും ജീൻസൊക്കെ ഇട്ടിട്ട് വന്നത്. അങ്ങനെ ആ സങ്കടം മാറാനായിട്ട് രണ്ടുപേരും കൂടെ കോഫി ഓർഡർ ചെയ്തു കേട്ടാ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കോഫി മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ തന്നെയാണ്. അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ കണ്ടത്. ഇവൻ എൻ്റെ ഒരു പഴയൊരു കൂട്ടുകാരനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ പോയപ്പോൾ ഒരു പേരക്കത്തോട്ടം കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി സൈഡാക്കി രണ്ടുപേരും കൂടെ പേരക്ക പറിച്ചു തിന്നു. പിന്നെ ഈ സ്പോട്ടിൽ അവസാന വ്യൂ പോയിന്റ് ആയിട്ട് കേശവമ്പാറയിലോട്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ മുന്നേ വന്ന സമയത്ത് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട്. ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേക്കെ വന്നത് ഇവിടെ. ഈ ഒരു എൻട്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഇതിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ കേശവമ്പാറ വ്യൂ പോയിന്റിൽ എത്തി. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ നിരാശയായിട്ട്, കാരണം കോടയില്ല മഴയും ഇല്ല. പിന്നെ ഞങ്ങൾ ഇരിക്കുന്നതിന് തൊട്ട് അപ്പുറത്തെ മലയിലും കോട ഉണ്ടായിരുന്നു, ഇപ്പുറത്തെ മലയിലും കോട ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടമായത്. പക്ഷെ നമ്മളടുത്ത് മാത്രം കോടല്ല. അവസാനം കോട വന്നു സീരിയസ് ആരോ. അങ്ങനെ കുറെ സമയത്തെ കാത്തിന് ശേഷം കോട വന്നു മക്കളെ. കോട എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കോട വന്നു. അങ്ങനെ കോട വന്ന സന്തോഷമാണ് നിങ്ങൾ ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മരുഭൂമിയിൽ മഴ പെയ്ത ഫീൽ ആയിരുന്നു. ഈ പട്ടി ഷോ കണ്ടിട്ട് ആരും പേടിക്കുന്നുണ്ട്. ഈ പട്ടി ഷോ എപ്പോഴുള്ള പട്ടി ഷോ ആണ്. നെല്ലിയാമ്പതിക്ക് വരാൻ ആരെങ്കിലും പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്നോളൂ. സൂപ്പർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലൈമറ്റാ. അപ്പൊ ഓക്കെ ബൈ.